ബിഗ് ബോസ് കാണുന്നവർക്ക് ഇന്നലെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെ. ലാലേട്ടൻ വന്നിട്ട് ഈ ജിസയിലിന് നേരെയും അനുമോളിന് നേരെയൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യത. കാര്യം ഈ ജിസയിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം റൂൾസോ കാര്യങ്ങളൊന്നും അങ്ങനെ ഫോളോ ചെയ്യാറോ കാര്യങ്ങളൊന്നും ഇല്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഈ പറയുന്ന മേക്കപ്പും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടും ഇത്തരത്തിൽ മറ്റുള്ളവരെ പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് യൂസ് ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ജിസയിൽ. അതുപോലെ തന്നെ അനുമോളിന് നേരെ പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഈ പറഞ്ഞ അനുമോൾ ജിസേലിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, അതായത് അവളെ കൊല്ലാനും തമ്മടിക്കില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുറത്തിറങ്ങിയ ശേഷം തനിക്കൊരു കള്ളി എന്ന് പറയുന്ന ഇമേജ് ആണ് കിട്ടുന്നതെങ്കിൽ താൻ ആത്മഹത്യ ചെയ്ത് കളയാനും തയ്യാറാകും എന്നുള്ള ഇതിലൊക്കെ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാം. ഇങ്ങനെ ഒരാളെ കൊല്ലും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, അത് ഈ ഒരു ഗെയിം കാരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് പറയുന്നൊക്കെ പറയാൻ ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെതിരെയൊക്കെ ലാലേട്ടൻ വലിയ രീതിയിൽ തന്നെ പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആൾക്കാരെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ സംഭവിച്ച വേറെ ഒന്നാണല്ലോ, ലാലേട്ടൻ വളരെ ലൈറ്റായിട്ട് തന്നെയാണ് ഈ കാര്യത്തിന് എന്തെങ്കിലും ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ പറയുന്നത്. അതേസമയം അനുമോളിൽ ലാലേട്ടൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാര്യം ഇത്തരത്തിലുള്ള ഒരാൾ റൂൾസ് ഇത്തരത്തിൽ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിന് പുറകെ CID കളിയൊക്കെ കളിച്ച് ഇങ്ങനെ പുറകെ നടന്ന് കണ്ടുപിടിക്കാനും എല്ലാം ഉള്ളൊരു ത്വര കാണിച്ചാകിയ അനുമോൾ മാത്രമാണ്. അതേസമയം മറ്റുള്ളവരെല്ലാവരും ഈ ജിസയിലിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ കൂടുതൽ കോൺട്രി ചെയ്യപ്പെട്ടത്. ആ ഒരു കാര്യം വെച്ചിട്ട് ഇത്തരത്തിലൊരു അഭിനന്ദിക്കുന്നുണ്ട് അനുമോളിലെ. എല്ലാവരും ഇത്തരത്തിലുള്ള ഇനിയും ഒരുപാട് CIDs വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നല്ല ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ അനുമോൾ കൊടുത്ത ഏറ്റവും വലിയൊരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജിസയിൽ, ഈ പറയുന്ന അപ്പാനിശരത്ത്, അക്ബർ, ആര്യനുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അനുമോൾ വേറൊരാളുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ ഇവിടുത്തെ ആണെങ്കിൽ ഇത്രക്ക് വലിയ മൊണ്ണകളാണോ, ഒരു പെണ്ണിനെ കാണുമ്പോഴത്തേക്കും അതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു, അതുപോലെ തന്നെ ഇവരെല്ലാവരും ജിസയിലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്നുള്ള ഇതിലൊക്കെ പറഞ്ഞിട്ട് അനുമോൾ പറയുന്നൊരു വിഷ്വൽ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും അവിടുത്തെ മറ്റുള്ള പ്ലേയേഴ്സും കാണുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോൾ ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അനുമോളുടെ അടുത്ത് ഇതെന്താണ് സംഭവം എന്നുള്ള ഇതിലൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് വേറെ ഒന്നുമല്ല, അത് അനുമോൾ അതിന്റെ രീതിയിൽ അനുമോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഇവിടെ ഓൾറെഡി കുറച്ച് ഗ്യാങ്ങുകളും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരടക്കം ഇത് കാണുന്നുണ്ട്. അതായത് അനുമോൾ എന്താണ് തങ്ങളെ കുറിച്ച് പറഞ്ഞതെന്ന് എല്ലാം അവർ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇനി അടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു റിവെഞ്ചും അല്ലെങ്കിൽ ഇതൊക്കെ പേഴ്സണലായിട്ട് എടുക്കുന്ന ഒരുപാട് ആൾക്കാർ ഉറപ്പായിട്ട് അതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇനി കളികൾ എങ്ങനെയാവും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെ. കാര്യം ഗെയിംസ് പോകുന്നതോറും കൂടുതൽ കടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാല്ലേ. അതുപോലെ ലാലേട്ടൻ അപ്പാനിശരത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്തിനാണ് എപ്പോഴും അനീഷിനെ പുറകെ തന്നെ നടന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇനി എന്തായാലും താങ്കളുടെ കളി കളിക്കുമോ, അദ്ദേഹത്തിന്റെ കളിയിലെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, താങ്കൾ എന്തിനാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ തന്നെ അപ്പാനിശരത്തിന്റെ അടുത്ത് സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പറയുന്ന അപ്പാനിശരത്തിനാണെന്നുണ്ടെങ്കിലും ഒന്ന് ചൂട് മാറ്റാനുള്ളൊരു സമയം ഉറപ്പായിട്ടും ആയിട്ടുണ്ടെന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാര്യം ഫസ്റ്റ് വന്നപ്പോൾ തുടങ്ങി കാണുന്നതാണ് അദ്ദേഹം ഫുൾ ടൈം ഈ പറയുന്ന അനീഷിനെ പുറകെ തന്നെ. അതുപോലെ അനീഷിന്റെ വീഡിയോ പ്ലേ ചെയ്തിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, താങ്കൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് മറ്റൊരു ഗെയിം നടക്കാതെ പോയത്, അങ്ങനത്തെ രീതിയിലൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷും പറയുന്നുണ്ട്, അത് ഇപ്പൊ കണ്ടപ്പോൾ എന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടി ലൈറ്റർ ആക്കാമായിരുന്നു തോന്നുന്നൊക്കെ അനീഷ് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, അത് ഈ ഒരു ഗെയിം മാത്രമല്ല, തുടക്കത്തിലുള്ള എല്ലാത്തിലും ഇതുപോലെ തന്നെയാണ് താങ്കൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷ് പറയുന്നുണ്ട്, എന്നാലും ഇതിനകത്ത് മികച്ച ഞാനാണ് ഗെയിം ജയിക്കാൻ സാധ്യതയുള്ളത് ഞാൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞ അനീഷ് പറയുമ്പോഴത്തേക്കും ലാലേട്ടൻ പറയുന്നുണ്ട്, അത് താങ്കളല്ല കാണുന്ന മറ്റുള്ളവരാണ്, അല്ലെങ്കിൽ കളിക്കുന്ന കൂടെയുള്ള മറ്റുള്ളവരാണ് ഇത് പറയേണ്ടതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മറ്റുള്ളവരെ കൈയടിക്കുന്നുണ്ട്. അപ്പോഴാണെന്നില്ല അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചിലപ്പോൾ ഒരു പക്ഷേ റീതിങ്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ടല്ലോ. അതായത് തന്റെ കളികൾ പാളുന്നുണ്ടോ അല്ലെങ്കിൽ ചുവട് മാറ്റേണ്ട ഒരു കാര്യമായോ എന്നുള്ളതിൽ അനീഷും ചിലപ്പോൾ ചിന്തിക്കാനുള്ള സാധ്യത. എന്നാലും പോകുന്നതോറും കാര്യങ്ങളൊക്കെ എന്തായാലും മുറുകുന്നുണ്ട്. ഈ പറയുന്ന അനുമോളായിക്കോട്ടെ ജിസയിലായിക്കോട്ടെ ഓരോ ഗ്യാങ്ങുകൾക്കിടയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിനുള്ളൊരു തീക്കനലും കാര്യങ്ങളും എല്ലാം ലാലേട്ടൻ എന്തായാലും ഇന്നലെ വന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി പോകുന്നതോറും നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാകും, ഇവിടെയൊക്കെ പോയി നിൽക്കും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്.